മധ്യപൂർവേഷ്യൻ സംഘർഷം അടുക്കളകളിലേക്കും എത്തുന്നു. രാജ്യത്തെ പല നഗരങ്ങളിലും പാചകവാതക വിതരണം തടസ്സപ്പെട്ടു. ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും പാചകവാതകം ലഭിക്കാതെ ബുദ്ധിമുട്ടുകയാണ്. വിഷയത്തിന്റെ ഗൌരവം കേന്ദ്ര പെട്രോളിയം മന്ത്രി പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. LPG ഉത്പാദനം കൂട്ടാൻ എണ്ണ ശുദ്ധീകരണശാലകൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകി. ഹോട്ടൽ ഉടമകളുമായി എണ്ണ കമ്പനി പ്രതിനിധികൾ ചർച്ച നടത്തും. പാചകവാതക സിലിണ്ടർ വിതരണത്തിലുണ്ടായ നിയന്ത്രണം രാജ്യത്തെ ഹോട്ടലുകളുടെ നടത്തിപ്പിനെ ഗുരുതരമായാണ് ബാധിച്ചത്. ആവശ്യത്തിന് പാചകവാതകം ലഭിക്കാതായതോടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഹോട്ടൽ ഉടമകൾ ആശങ്കയിലാണ്. സിലിണ്ടർ ലഭിക്കാത്തത് ഗുരുതര പ്രതിസന്ധിയുണ്ടാക്കുന്നുവെന്ന് കൊച്ചിയിലെ ഹോട്ടൽ ഉടമകൾ പറയുന്നു. സിറ്റുവേഷൻ വളരെ വേസ്റ്റാണ്. കാരണം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വിതിൻ 2 or 3 days നമ്മൾ ഒരു 50% ഹോട്ടലുകൾ കേരളത്തിൽ അടക്കേണ്ടതായിട്ട് വരും. നാളെ ഇപ്പോൾ തുറക്കണമെങ്കിൽ ഗ്യാസ് കിട്ടിയേ പറ്റൂ. പിന്നെ വേറൊരു സംവിധാനത്തേക്ക് പോകാനുള്ള നമുക്ക് പറ്റൂല. കാരണം പെട്ടെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വിറകടുപ്പോ വേറെ ഒരു ഇതും പെട്ടെന്ന് മാറാൻ കഴിയില്ല. ബംഗളൂരുവിലെ ഹോട്ടൽ ഉടമകൾക്ക് ഇന്ന് രാവിലെ ഗ്യാസ് ലഭിച്ചതോടെയാണ് ഹോട്ടൽ തുറക്കാനായത്. हमारे पास 1 दिन का या 2 दिन का चलता है, बाद में देखना है. सप्लाई आता तो हम रन करेंगे, नहीं तो क्लोज करना पड़ेगा. ചെന്നൈയിലും സ്ഥിതി വ്യത്യസ്തമല്ല. നിലവിലെ ഗ്യാസ് തീർന്നാൽ ഹോട്ടൽ അടയ്ക്കേണ്ടി വരുമെന്നാണ് ഉടമകൾ പറയുന്നത്. ബുക്കിംഗ് സ്വീകരിക്കുന്നുണ്ടെങ്കിലും സിലിണ്ടർ വിതരണം നടക്കുന്നില്ല. കേന്ദ്ര പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി പ്രധാനമന്ത്രിയുമായി LPG വിതരണ പ്രതിസന്ധി ചർച്ച ചെയ്തു. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് തമിഴ്നാട്, കർണാടക മുഖ്യമന്ത്രിമാർ കേന്ദ്രത്തിന് കത്ത് നൽകി. ഇതിന് പിന്നാലെ LPG ഉൽപാദനം വർദ്ധിപ്പിക്കണമെന്ന് കേന്ദ്രം എണ്ണ കമ്പനികളോട് ആവശ്യപ്പെട്ടു. എണ്ണ കമ്പനികളുടെ പ്രതിനിധി സംഘം വിവിധ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികളുമായി ചർച്ച നടത്തും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 ബംഗളൂരു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.